വീഡിയോ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വാലൻറ്റൈൻസ് ഡേക്ക് കൊടുത്തൊരു സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്തിങ്ങനെ ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറാണ് കൊടുത്തത്. അപ്പോൾ അതിനു വേണ്ടി ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കൂന്തൽ തോരൻ അഥവാ കണവത്തോരനാണ് വെക്കുന്നത്. അപ്പോൾ ഈ കണവ അത്രയും നല്ലതല്ല നമ്മുടെ നാട്ടിൻ്റെ അത്രയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് സവാളയൊക്കെ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ കുക്ക് ചെയ്യുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞാൻ ഇത് കുക്കിംഗ് വീഡിയോ ആയിട്ട് കാണിക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ഗ്ലിംസ് കാണിക്കുകയാണ്. പിന്നെന്തുവാ, ഞാൻ ചീസ് കേക്ക് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബ്ലൂബെറി ഇങ്ങനെ അതിങ്ങനെ ജാം പോലെ ആക്കി എടുക്കുവാണ്. പിന്നെ ഞാൻ അവൻ ഓണാക്കിയിട്ടു. നേരത്തെ ഹീറ്റ് ചെയ്തിടണം ചീസ് കേക്ക് ഉണ്ടാക്കാൻ. അതിൻ്റെ മിക്സും ഇങ്ങനെ ഉണ്ടാക്കുവാണ്, ചീസും മുട്ടയൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ കണവത്തോരനും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ. പിന്നെ ഞാൻ കുനാഫ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേസ്ട്രിയായ കെഫ്റ്റി അങ്ങനെയാണെന്ന് തോന്നുന്നു അതിൻ്റെ പ്രൊണൗൺസിയേഷൻ, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അതൊരു മിഡിൽ ഈസ്റ്റ് ഒരു പേസ്ട്രിയാണ്. അപ്പോൾ ഞാൻ അതിങ്ങനെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഒരു ചട്ടുകം പോലത്തെ ഒരു സാധനം എടുത്തിട്ട് അതിലാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ അതിലിങ്ങനെ ആ പേസ്ട്രി ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചീസ് ഇടും. എന്നിട്ട് പിന്നെ വീണ്ടും ആ പേസ്ട്രി വെച്ച് കവർ ചെയ്യും. അപ്പോൾ എൻ്റെ ചീസ് കേക്ക് അവലിൽ ഞാൻ വെച്ചു, അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചീസ് ഇട്ടു, കണ്ടോ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ വീണ്ടും ആ പേസ്ട്രി ഇങ്ങനെ ഇങ്ങനെ മുറിച്ചിടും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. പിന്നെ ഞാൻ കൈ വെച്ചൊന്നിങ്ങനെ പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗീയും കൂടി ഇടും. അപ്പോൾ എൻ്റെ ചീസ് കേക്ക് ഏകദേശമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീസ് കേക്ക് എടുത്തിട്ട് അതിലോട്ട് വീണ്ടും ഈ കുനാഫ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ ചീസ് കേക്ക് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചീസ് കേക്ക്. ഒരു കുഞ്ഞ് കേക്ക് ട്രേയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ബ്ലൂബെറിയൊക്കെ വെച്ചു. അപ്പോഴേക്കും കുഞ്ഞോടെ അലുമ്പായിട്ട് നല്ല കരച്ചിലാണ്. കുനാഫ അവിടെ റെഡി ആവുന്നുണ്ട്, പക്ഷേ അത് കരിഞ്ഞു പോയി. പിന്നെ ഞാൻ വീണ്ടും എടുത്ത് പാനിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി. അപ്പോൾ ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. അതിലോട്ട് ഞാനിങ്ങനെ ഷുഗർ സിറപ്പ് ഒഴിച്ചു. ഇത് ഞാൻ സാൽമൺ ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. കുഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ ചോക്ലേറ്റൊക്കെ റെഡിയാക്കി, വാലൻറ്റൈൻസ് ഡേ അല്ലേ, വെജീസും റെഡിയാക്കി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ചെയ്ത പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാനത് ലാസ്റ്റ് ഇങ്ങനെ കൊടുത്തതാണ്. ഞാനിങ്ങനെ ടേബിളൊക്കെ വൃത്തിയാക്കിയിട്ട് നമ്മളെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയാണ്. കുറച്ച് ഹാർട്ട്സൊക്കെ ഇങ്ങനെ പേപ്പറൊക്കെ ഇങ്ങനെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ വൈൻ ഗ്ലാസ്സൊക്കെ വെച്ച് കുഞ്ഞൂനും വെച്ചു. ഫുഡൊക്കെ സെറ്റ് ചെയ്തു. കുഞ്ഞൂനും നമുക്ക് 3 പേർക്കും ഫുഡൊക്കെ സെറ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് അന്ന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളീനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. നമ്മളിങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്. അപ്പോൾ പക്ഷേ കുഞ്ഞു ഉറങ്ങിപ്പോയി. അതായിരുന്നു നമുക്ക് ഏറ്റവും വിഷമമായത്. അപ്പോൾ കുഞ്ഞുവിന് കരിക്കും. നമുക്കിങ്ങനെ സോഡ ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. അതെല്ലാം വെച്ചു. പിന്നെ നമ്മൾ എല്ലാം കഴിച്ചു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബായ്.